Good morning, students. Today we are going to discuss about our fifth module. So in this module there has to be divided into 4 units. The first unit is Sale of Goods Act 1930. Okay, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. 4 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ലാസ്റ്റ് മൊഡ്യൂളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ദാറ്റ് ഈസ് സെയിൽ ഓഫ് ഗുഡ്സ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററാണ് സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗുഡ്സ് സെയിൽ ചെയ്യുക, അതായത് നമ്മളിപ്പോൾ ഒരു പേന വാങ്ങുക അല്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഒരു സെയിൽ എന്ന് പറയുന്ന പ്രോസസ്സ്, നമ്മൾ എന്ത് വാങ്ങിയാലും നമ്മൾ ഈ പറയുന്ന സെയിൽ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡിവിഷൻ, അതായത് 1930 എന്ന് പറയുന്ന ആക്ട് ഡിറൈവ് ചെയ്യാനായിട്ടുള്ളൊരു കാരണം 1872 തന്നെ, നമ്മുടെ കോൺട്രാക്റ്റ് ആക്ട് 1872 തന്നെ സെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് 1930 ആയപ്പോഴത്തേക്കും അതൊരു സെപ്പറേറ്റ് ബ്രാഞ്ചായിട്ട് മാറി. അങ്ങനെയാണ്, അതിലാണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു സെക്ഷൻ 4 of the Act, a contract of sale means a contract whereby the seller transfer or agrees to transfer the property in the goods to the buyer for a price. നോക്കുക, എന്താണ് ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്? ഒരു സെല്ലറും ബയ്യറും തമ്മിൽ ഒരു നിശ്ചിത തുകയ്ക്ക് ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ സെല്ലർ എഗ്രി ചെയ്യാണ്, സെല്ലർ ട്രാൻസ്ഫർ ചെയ്യുകയോ ബയ്യർക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ സെല്ലർ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തോളാം അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന എഗ്രിമെൻറ്റ്, ഇതും എന്തിൽ വരുന്നതാണ്? കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ വരുന്നതാണ്. അപ്പോൾ ഒരു നിശ്ചിത തുകയ്ക്ക് സെല്ലറും ബയ്യറും തമ്മിൽ വെക്കുന്ന ഒരു എഗ്രിമെൻറ്റ്, ഒന്നില്ലെങ്കിൽ ആ ഗുഡ്സ് കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നീട് കൈമാറ്റം ചെയ്തോളാം എന്ന് പറഞ്ഞൊരു എഗ്രിമെൻറ്റ് വെക്കുകയോ ചെയ്യാണ് ഇവിടെ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. സോ ദിസ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ക്യാൻ ഇൻക്ലൂഡ് the different type of essential elements that are first one, two parties, goods, price, transfer of general property, then contract. നോക്കാം, നമുക്ക് ഇനി എസെൻഷ്യൽസ് നോക്കാം. അപ്പോൾ ഈ കോൺട്രാക്റ്റ് ഓഫ് സെയിലിന് സെയിൽ എന്ന് പറയുന്ന ഒരു പോർഷനും ഉണ്ട്, എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്ന ഒരു പോർഷനും ഉണ്ട്. അതായത് സെയിൽ നടത്തുന്നു, സാധനം വിൽക്കുന്നു, അല്ലെങ്കിൽ വിൽക്കാമെന്നൊരു എഗ്രിമെൻറ്റ് സമ്മതവും കൊടുക്കുകയാണ്. 2 കേസസാണ്, ആസ്പെക്ട്സ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽസ് എന്ന് പറയുന്നത് ഒരു 5 പോയിൻറ്റിലായിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ് ടു പാർട്ടീസ്. That is, there must be 2 parties to constitute a contract of sale, that is the buyer and seller. അല്ലേ, 2 പാർട്ടീസാണ്, ഒന്ന് ബയ്യറും മറ്റൊന്ന് സെല്ലറും. ബയ്യർ എന്ന് പറയുന്ന വ്യക്തി സാധനം വാങ്ങുന്ന വ്യക്തിയും സാധനം വിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വിറ്റോളാം എന്ന എഗ്രിമെൻറ്റ് കൊടുക്കുന്ന വ്യക്തിയും എഗ്രി ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുക? സെല്ലർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എലമെൻ്റ് ആണ് ഗുഡ്സ്. ദാറ്റ് ഈസ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ മസ്റ്റ് ഓൾവേസ് ദ ഗുഡ്സ്. ഓൺലി ദ മൂവബിൾ ഗുഡ്സ് ക്യാൻ ബി ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഇപ്പോൾ രണ്ടാമത്താണ് ഗുഡ്സ്. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൻ്റെ സബ്ജക്റ്റ് മാറ്റർ, ഓക്കെ, മെയിൻ എസെൻഷ്യൽ ആണ് ഗുഡ്സ് എന്ന് പറയുന്നത്. മൂവബിൾ ആയിട്ടുള്ള ഗുഡ്സ് മാത്രമേ കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ സബ്ജക്റ്റ് മാറ്റർ ആയിട്ട് എടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പ്രൈസ്. ദാറ്റ് ഈസ് ദ കൺസിഡറേഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഷുഡ് ബി ദ പ്രൈസ്. ഓൺലി ഇഫ് ഗുഡ്സ് ആർ സോൾഡ് ഓർ ബോട്ട് ഫോർ മണി ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അപ്ലൈസ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് കൺസിഡറേഷൻ. എപ്പോഴും മണിയുടെ ഫോമിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് മസ്റ്റായിട്ട് എന്ത് കൊടുത്തിരിക്കണം? പ്രൈസ്. അതിൻ്റെ എത്രയാണോ അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള എമൗണ്ട്, ആ എമൗണ്ട് മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. അപ്പോൾ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷനിലല്ല, നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ മസ്റ്റായിട്ടും ഗുഡ്സ് വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ സാധനം വാങ്ങുമ്പോഴാണെങ്കിലും എന്താണ് അവിടെ ആ ഒരു ഗുഡ്സ് ആക്ട് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഒരിക്കലും അതൊരു കോൺട്രാക്റ്റ് ഓഫ് സെയിലാണെന്ന് പറയാൻ പറ്റില്ല. മുമ്പ് നമുക്കറിയാം ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ, അതായത് പരസ്പരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥ. ആ ഒരു വ്യവസ്ഥയിൽ നമുക്ക് എന്തില്ല, അതിനെ നമുക്ക് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയാൻ പറ്റില്ല. ഗുഡ്സുമായിട്ടുള്ള എക്സ്ചേഞ്ച്, കൈമാറ്റത്തിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺട്രാക്റ്റ് ഓഫ് സെയിലായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് ജനറൽ പ്രോപ്പർട്ടി. ദറ്റ് ഈസ് ദ ടേം ജനറൽ പ്രോപ്പർട്ടി സ്റ്റാൻഡ്സ് ഫോർ ഓണർഷിപ്പ്
ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അപ്ലൈസ് ഓൺലി ഇഫ് ദ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫർ. ഇവിടെ ജനറൽ പ്രോപ്പർട്ടി, അതായത് ജനറൽ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഓണർഷിപ്പിനെയാണ്. നമ്മൾ മെയിനായിട്ടും ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പറയുന്നുണ്ട് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം. പൊസഷൻ മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരിക്കലും ഒരു സെയിലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാനൊരു പേന വാങ്ങി, ആ പേന എൻ്റെ കൈവശം വിൽക്കാൻ മാത്രമേ എനിക്കൊരു അവകാശമുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സെയിലാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഫുള്ളായിട്ട് അതിന് ഓണർഷിപ്പ് നമുക്ക് കിട്ടണം, ടൈറ്റിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ജനറൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് എസെൻഷ്യൽ എലമെൻ്റ് ആണ് കോൺട്രാക്ട്. That is, the sale of goods implies a valid contract between the two persons. The contract is valid only if it is satisfies all the essential element of contract like free consent, competent parties, etc. അപ്പോൾ ലാസ്റ്റ് വരുന്നതാണ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൻ്റെ എല്ലാ എസെൻഷ്യൽ എലമെൻസും കോൺട്രാക്റ്റ് ഓഫ് സെയിലിനും ബാധകമാണ്. അതുപോലെ തന്നെ ഈ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവുന്നത് ഫ്രീ കൺസെൻറ്റ്, അതായത് എല്ലാവരും ബലപ്രയോഗമൊന്നുമില്ലാതെ, ഫ്രോഡ് നടത്താതെ, നല്ല മിസ്റ്റേക്സ് വരുത്താതെ ഫ്രീ കൺസെൻ്റ് ആയിട്ടും അതുപോലെ നല്ല രീതിയിൽ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള പാർട്ടീസ് ഉള്ള സിറ്റുവേഷനിലാണ് ഒരു കോൺട്രാക്റ്റ് എപ്പോഴും വാലിഡായിട്ട് മാറുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എസെൻഷ്യൽ എലമെൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് ചോദിച്ചാൽ എന്താണ്? സെല്ലറും ബയ്യറും തമ്മിലൊരു നിശ്ചിത വിലയ്ക്ക് സെല്ലർ പറയാണ്, സെല്ലർ ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഗുഡ്സ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തോളാം എന്ന് സമ്മതം കൊടുക്കുകയോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സെയിലും എഗ്രിമെൻറ്റ് ടു സെല്ലും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ മെയിനായിട്ടും സെയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിൽക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് അല്ലേ. ഇനി എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തരാമെന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പോൾ രണ്ടും രണ്ടാണ്. ഓക്കെ, രണ്ടും രണ്ട് രീതിയിലുള്ള ഡിഫറൻസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന പോയിൻ്റാണ് നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്. ഓക്കെ, ഇതിൻ്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളതാണ് ഫസ്റ്റ് വരുന്നത്. An agreement to sell, it is an executory to contract, but a sale is an executed contract. ഓക്കെ, ഒരു സെയിൽ എന്ന് പറയുന്നത് നമ്മൾ നടപ്പിലാക്കുന്നതാണ്, അത് എക്സിക്യൂട്ടഡ് ആണ്. പക്ഷേ എഗ്രിമെൻറ്റ് ടു സെൽ എങ്ങനെയാണ്? എക്സിക്യൂട്ടറിയ. അത് എന്ന് വെച്ചാൽ എന്താ? നടപ്പിലാക്കും, അതായത് നടപ്പിലാക്കിയിട്ടില്ല നിലവിൽ, പിന്നീട് നടപ്പിലാക്കും. അതിനെയാണ് നമ്മൾ എക്സിക്യൂട്ടറി എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഡിഫറൻസ് ആണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. That is, in the case of agreement to sell, the transfer of property in the goods is to take place at future time. But in case of sale, property in the goods passes from the seller to the buyer immediately. നോക്കുക, നമ്മൾ എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പിന്നീടായിരിക്കും അല്ലേ. ഒരു പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പിന്നീടായിരിക്കും, കാരണം തന്നോളാം എന്ന എഗ്രിമെൻറ്റാണ്, ഇപ്പോൾ തന്നെ നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ സെയിലിൽ അങ്ങനെയല്ല. നമ്മൾ ഗുഡ്സായിട്ട് നമ്മളൊരു പ്രോപ്പർട്ടി പാസ് ചെയ്യുന്നത് സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തത് റിസ്ക് ഓഫ് ലോസ് ആണ്. In an agreement to sell, if the goods are destroyed, the loss falls on the seller. But in the case of sale, goods are lost. Loss falls on the buyer even though the goods are in the possession of the seller. എഗ്രിമെൻറ്റ് ടു സെല്ലിൽ ഒരു ഗുഡ്സ് റിസ്ക് വന്നു കഴിഞ്ഞാൽ, നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗുഡ്സ് നശിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലോസ് ഫുള്ളായിട്ടും സെല്ലർക്കാണ് വരിക. പക്ഷേ സെയിലിൻ്റെ കേസിൽ അങ്ങനെയല്ല. സെയിൽ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗുഡ്സ് ആരുടെ കയ്യിലാണ്? ബയ്യറുടെ കയ്യിലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പൊസഷൻ ആയാൽ, നമ്മുടെ സെല്ലറുടെ കയ്യിൽ പൊസഷൻ ഉണ്ടെങ്കിൽ പോലും ബയ്യറാണ് മുഴുവനായിട്ട് അത് ബെയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ടും സെയിലിൻ്റെ കേസിൽ ബയ്യർക്കാണ് എന്ത് വരുന്നത്? ലോസ് വരുന്നത്. ഇനി എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ ആർക്കാണ് വരുന്നത്? സെല്ലർക്കാണ് ലോസ് വരുന്നത്. ഇനി നാലാമത്തതാണ് consequence of breach by the seller. That in the case of an agreement to sell, if the seller commit a breach, the buyer can sue the seller for damages. But if the contract of sale is proper, the buyer can compel the seller for the delivery of goods or sue for damages. Next, seller എന്തെങ്കിലും ബ്രീച്ച് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ സെല്ലർ ഒരു ബ്രീച്ച് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബയ്യർക്ക് ഒരു ഡാമേജിനെതിരെ, സെല്ലർ വരുത്തിയിരിക്കുന്ന ഡാമേജിനെതിരെ കേസ് ഫയൽ ചെയ്യാനായിട്ട്, സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സെയിലിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു സെയിലിൻ്റെ കേസിലാണെങ്കിൽ ബയ്യർക്ക് കമ്പൽ ചെയ്യാം സെല്ലറിനോട് ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ. അല്ലാത്ത പക്ഷം ഡാമേജസിന് സ്യൂ ചെയ്യും എന്നുള്ളത് കമ്പൽ ചെയ്യാനായിട്ട് സാധിക്കും.
നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് ആണ് കോൺസിക്വൻസ് ഓഫ് ബ്രീച്ച് ബൈ ദി സെല്ലർ. ഇനി സെല്ലർ നമ്മൾ പറഞ്ഞു, ബയ്യർ വരുത്തുന്ന ബ്രീച്ചിൽ വരുന്ന കോൺസിക്വൻസസ് ആണ്. സോ ഇൻ ആൻ എഗ്രിമെൻറ്റ് ടു സെൽ, if the buyer fails to accept the goods, the remedy of the seller is to sue for damages only. But in the case of sale, if the buyer does not pay the price, seller may sue him for the price. ശ്രദ്ധിക്കുക, രണ്ടാണ്. അതായത് എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ ബയ്യർ ബ്രീച്ച് നടത്തിയാൽ, അതായത് ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അതിൻ്റെ റെമഡി എന്ന് പറയുന്നത് സെല്ലർക്ക് എന്ത് ചെയ്യാം, ആ ഡാമേജസിനെതിരെ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ സെയിലിൻ്റെ കേസിൽ ബയ്യർ പ്രൈസ് ഒന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ സെല്ലർക്ക് എന്ത് ചെയ്യാം, ആ പ്രൈസ് മൊത്തമായിട്ട് വന്ന ഡാമേജിനല്ല, ആ പ്രൈസിന് വേണ്ടിയിട്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇൻസോൾവൻസീസ് ആണ്. അപ്പോൾ ബയ്യറും സെല്ലറും ഇൻസോൾവൻ്റ് ആകുമ്പോൾ എന്തൊക്കെ ഡിഫറൻസ് വരും എന്നുള്ളത് നോക്കാം. ആദ്യത്തെ നമുക്ക് ബയ്യർ ഇൻസോൾവൻ്റ് ആയാൽ എന്ത് വരും എന്നുള്ളത് നോക്കാം. So in an agreement to sell, if the buyer becomes insolvent before the payment of price, the seller can retain the goods with himself. ഒരു എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ ഒരു ബയ്യർ പ്രൈസ് പേ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ബയ്യർക്ക് ഇൻസോൾവൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെല്ലർക്ക് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് തിരിച്ചെടുക്കാനായിട്ട് റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ ദ കേസ് ഓഫ് സെയിൽ, if the buyer becomes insolvent, the seller is bound to deliver the goods to the official assignee or the receiver. ഇനി സെയിലിൻ്റെ കേസിൽ സെയിൽ നടത്തി കഴിഞ്ഞു, അപ്പോൾ ബയ്യർ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെല്ലർക്ക് ആ ഗുഡ്സ് എന്ത് ചെയ്യാം, ഡെലിവറി ചെയ്യുക, അവരുടെ ഒഫീഷ്യൽ അസൈനിക്കോ അല്ലെങ്കിൽ റിസീവർക്കോ ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇൻസോൾവൻസി ഓഫ് ദി സെല്ലറാണ്. ഓക്കെ, in an agreement to sell, if the buyer has already paid the price, the seller becomes insolvent. The buyer can claim only a rateable dividend, not the goods. But in a sale, seller becomes insolvent. The buyer is entitled to recover the goods from the official receiver or the assignee. ഇനി നെക്സ്റ്റ്, ഒരു സെല്ലർ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കേസിൽ ബയ്യർ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമാണ് സെല്ലർ ഇൻസോൾവൻ്റ് ആവുന്നതെങ്കിൽ ബയ്യർക്ക് ഒരു റേറ്റബിൾ ഡിവിഡൻറ്റിനോ അല്ലെങ്കിൽ ഗുഡ്സിനല്ല, ഒരു റേറ്റബിൾ ഡിവിഡൻറ്റിന് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ സെയിലിൻ്റെ കേസിൽ അങ്ങനെയല്ല. സെല്ലർ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബയ്യർക്ക് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് മുഴുവനായിട്ടും റിക്കവർ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഒഫീഷ്യൽ റിസീവറുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അസൈനീസിൻ്റെ അടുത്ത് നിന്നോ എന്ത് ചെയ്യാം, ഗുഡ്സ് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ജനറൽ ആൻഡ് പെർട്ടിക്കുലർ ലീൻ പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഈസ് ഇൻ ലീൻ. An agreement to sell creates only a just in rem, but in sale is a just in rem. ഓക്കെ, അതായത് ജസ്റ്റ് ഇൻ പേഴ്സണമും ജസ്റ്റ് ഇൻ റമ്മുമാണ്. എഗ്രിമെൻറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻ പേഴ്സണം എന്നാണ്. അതായത് രണ്ട് വ്യക്തികൾക്കും മ്യൂച്വലി ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അതാണ് ജസ്റ്റ് ഇൻ പേഴ്സണം. പക്ഷെ സെയിൽ അങ്ങനെയല്ല, ജസ്റ്റ് ഇൻ റമ്മാണ്. അതായത് ലാർജ് പൊസിഷനിലേക്കാണ് ക്ലെയിം ചെയ്യുന്നത്. നമുക്ക് വളരെ ലാർജ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് അത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് വരുന്നത് റൈറ്റ് ടു റീസെൽ. ഈ ഒരു സിറ്റുവേഷനാണ് റൈറ്റ് ടു റീസെൽ. ദാറ്റ് ഈസ് ഇൻ ദിസ് സിറ്റുവേഷൻ, in an agreement to sell, if there is a resale of the goods, buyer who take the goods for consideration in good faith without notice of the prior agreement. But in the case of sale, the seller cannot resell the goods. റീസെയിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. എഗ്രിമെൻറ്റ് സെല്ലിൻ്റെ കേസിൽ നമുക്ക് ഗുഡ്സ് റീസെയിൽ ചെയ്യാം. ബയ്യർക്ക് കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ബയ്യർക്ക് ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഗുഡ്സ് റീസെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ സെയിലിൻ്റെ കേസിൽ ഒരിക്കലും സെല്ലർക്ക് റീസെൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഗുഡ്സിന് ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്, ബയ്യറുടെ കയ്യിലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വരുന്നത് ഈ സെയിലും ബെയിൽമെൻറ്റും. നമുക്ക് സെയിൽ എന്താണ് നമ്മൾ പറഞ്ഞു. ബെയിൽമെൻറ്റ് എന്താണ് നമ്മൾ ഓൾറെഡി സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഒരു ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയിലറിൽ നിന്ന് ബെയിലിയിലേക്ക് ഒരു സെർട്ടൻ പീരീഡിലേക്ക് ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി, ബെയിലർ എന്ന് പറയുന്ന വ്യക്തി ബെയിലിക്ക് ഒരു ഗുഡ്സ് കൈവശം വയ്ക്കാനായിട്ട് ഗുഡ്സിൻ്റെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും ആ ബെയിൽമെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. പക്ഷേ സെയിലിൽ നമുക്കറിയാമല്ലോ, നമ്മളൊരു ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓണർ പിന്നീട് നമ്മളായി മാറും അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ എന്തൊക്കെ ഡിഫറൻസുകളാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു 4 പോയിൻ്റാണ് മെയിനായിട്ടും വരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നതാണ്, in the case of in sale, the ownership of the goods is transferred from the seller to the buyer, but in the case of bailment only possession is transferred.
നമുക്ക് ഓണർഷിപ്പിൻ്റെ സെയിലിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് മൊത്തമായിട്ട് നമ്മൾ സെല്ലറിൽ നിന്ന് ആരിലേക്ക് പോവും, ബയ്യറിലേക്ക് പോവും. പക്ഷേ ബെയിൽമെൻറ്റിൽ എങ്ങനെയാണ് നമ്മൾ കൈവശാവകാശം മാത്രമാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തതാണ് ഇൻ എ സെയിൽ ദ ബയ്യർ ഹാസ് നോ ഒബ്ലിഗേഷൻ ടു റിട്ടേൺ ദ ഗുഡ്സ്. സോ ഇൻ ബെയിൽമെൻറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ ഗുഡ് ഷുഡ് ബി റിട്ടേൺ ഓർ ഡിസ്പോസ്ഡ്. ഇനി സെയിലിൻ്റെ കേസിൽ എങ്ങനെയാണ് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന സിറ്റുവേഷനാണ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബയ്യർക്ക് ഗുഡ്സ് തിരിച്ച് റിട്ടേൺ ചെയ്യാനായിട്ടുള്ള ബാധ്യതയില്ല, വിൽക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ബെയിൽമെൻറ്റിൽ അങ്ങനെയല്ല, അവിടെ ബാധ്യതയില്ല എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത് കേട്ടോ. സെയിലിൻ്റെ കേസിൽ ബയ്യർക്ക് ഒരിക്കലും എന്തില്ല, യാതൊരു രീതിയിലുള്ള ഒബ്ലിഗേഷൻസും ഇല്ല ഗുഡ്സ് റിട്ടേൺ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ബെയിൽമെൻറ്റിൽ അങ്ങനെയല്ല, ഗുഡ്സ് ഒന്നില്ലെങ്കിൽ റിട്ടേൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യാം. എങ്ങനെ? ബെയിലിയുടെ എന്തൊക്കെയാണോ ബെയിലി പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ബെയിലിക്ക് എന്തൊക്കെ പർപ്പസാണോ ഉണ്ടായിരുന്നത് ആ പർപ്പസ് എല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോഴേ എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ ഗുഡ്സ് ബെയിലർക്ക് റിട്ടേൺ ചെയ്യുകയോ അല്ലെങ്കിൽ ബെയിലറുടെ നിർദ്ദേശപ്രകാരം അത് ഡിസ്പോസ് ചെയ്ത് കളയാനും സാധിക്കും. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് ആണ് ഇൻ എ സെയിൽ ദർ ഷുഡ് ബി ഓൾവേസ് ബി കൺസിഡറേഷൻ ഇൻ ദ ഫോം ഓഫ് പ്രൈസ് ഓഫ് ഗുഡ്സ്, ബട്ട് ഇൻ ബെയിൽമെൻറ്റ് ഇവൻ പാർട്ടിങ് പൊസഷൻ ഓഫ് ദ കമ്മോഡിറ്റി ഫോർ വൈൽ ക്യാൻ ബി ട്രീറ്റഡ് ആസ് കൺസിഡറേഷൻ. ഒരു സെയിലിൻ്റെ കേസിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഗുഡ്സിൻ്റെ പ്രൈസിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുക. പക്ഷേ ബെയിൽമെൻറ്റിൽ എങ്ങനെയാണ്, ആ ഒരു ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ കമ്മോഡിറ്റിയുടെ പൊസഷനെയാണ് നമ്മൾ കൺസിഡറേഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വരുന്ന ഡിഫറൻസ് ആണ് ഇൻ സെയിൽ ദ ബയ്യർ ഗെറ്റ്സ് ഓൾ ദ റൈറ്റ്സ് ഓൺ ദ സബ്ജക്റ്റ് മാറ്റർ ആൻഡ് ഹീ ക്യാൻ ഹാൻഡിൽ ദ ഗുഡ്സ് ഇൻ എനി വേ ഹി വിഷസ്. Okay, in the case of bailment, the goods should be used only according to the direction of the bailor. ഓക്കെ, സെയിലിൻ്റെ കേസിൽ എങ്ങനെയാണ്, ബയ്യർക്ക് എല്ലാ റൈറ്റുകളും ആ ഗുഡ്സിൻ്റെ സബ്ജക്റ്റ് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ആ ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന കേസാണെങ്കിലും എല്ലാ കാര്യത്തിലുള്ള റൈറ്റ് ആർക്കാ കിട്ടുക, ബയ്യർക്കാ കിട്ടുക. പക്ഷേ ബെയിൽമെൻറ്റിൽ അങ്ങനെയല്ല, ഗുഡ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബെയിലറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ബെയിലിക്ക് ആ ഗുഡ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇതാണ് ഈ സെയിലും ബെയിൽമെൻറ്റും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ.